ഹായ്, നമസ്കാരം. M4 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു കിളിക്കൂടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ കുറച്ച് കിളികളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കോക്കട്ടയിലുണ്ട്, പിഞ്ചസ് ഉണ്ട്, അപ്പോൾ അതുപോലെ തന്നെ 2 ലവ് ബേർഡ്സ് ഉണ്ട്, അപ്പോൾ വേറെ 2 ടൈപ്പ് ഓഫ് കിളികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ചെറിയ കൂട്ടിലിട്ട് അടയ്ക്കുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് കുറച്ച് പാറി കളിക്കാൻ പാകത്തിനുള്ള ഒരു കൂട്, ഒരു 6 അടി നീളവും 6 അടി വീതിയും ഒക്കെയുള്ള, അതിൽ 6 അടി ഉയരമൊക്കെ ഉള്ള ഒരു കൂട് നമ്മൾ ഉണ്ടാക്കി. സാധാ നെറ്റ് വെച്ചിട്ട് സ്ക്രൂ ബോൾട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു 4500 രൂപേൻ്റെ അടുത്തൊക്കെ ഇതിന് നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളൂ. കാരണം നമുക്ക് ആ ലെങ്ത്തിലുള്ള കമ്പികൾ മാത്രമാണ് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള, നെറ്റിനൊക്കെ വളരെ തുച്ഛമായ ഒരു റോള് മൊത്തം എടുത്തുകൊണ്ട് നമുക്ക് തുച്ഛമായിട്ടുള്ള എമൗണ്ട് വന്നിട്ടുള്ളൂ. തുച്ഛമായിട്ടുള്ള എമൗണ്ട് എന്നുള്ള 1300 1400 രൂപ ആ ലെവലിലേ വന്നിട്ടുള്ളൂ. ചെറിയ നെറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതിന് ശേഷം എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ബോൾട്ട് ചെയ്തു, സ്ക്രൂ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വെൽഡ് ചെയ്തത് ഡോറ് മാത്രമാണ് വെൽഡ് ചെയ്തിട്ട്, ബാക്കിയെല്ലാം തന്നെ സ്ക്രൂ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്തത്. അതുപോലെ ഫ്രെയിമും വെൽഡ് ചെയ്തു കേട്ടോ. ഫ്രെയിമും വെൽഡ് ചെയ്തു, അതുപോലെ തന്നെ സ്ക്രൂവും നമ്മൾ വെൽഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കോക്കട്ടയിലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് 2 പേര് കോക്കട്ടയിലുണ്ട്, അതുപോലെ തന്നെ 3-4 ഫിഞ്ചസ് ഉണ്ട്, അതുപോലെ 2 പേരെ കിളികളുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-11 കിളികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈസിയായിട്ട് അങ്ങോട്ട് പാറി നടക്കാൻ ഒക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൂടുണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മളൊരു റൂഫിൻ്റെ താഴെ തന്നെ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് മഴ കൊള്ളുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഒരു തെങ്ങ് വെട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ബോട്ടം പീസ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് അവിടെ ഒരു ചെറിയ ഇതൊക്കെ സെറ്റ് ചെയ്തു. അതിൽ കോക്കട്ടയിൽ ഒരെണ്ണം നമുക്കിപ്പോൾ കറൻ്റ് മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതിനകത്ത് ഒരു കോക്കട്ടയിൽ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്ലാഷ് ലൈറ്റ് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനെ ഉപദ്രവിക്കേണ്ട, നമുക്ക് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ ബാക്കി കിളികളൊന്നും അങ്ങനെ ഇപ്പോൾ കറൻ്റ് മുട്ടയിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് ഇവിടെ ഇവർക്ക് ഇരിക്കാനും കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ടൊരു മരം വെട്ടിയതിൻ്റെ ഒരു ചില്ല കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആ തെങ്ങിൻ്റെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ എന്താ വെച്ചാൽ കാണാൻ കുറച്ച് ഭംഗിയിലുപരി ഈ കിളികൾക്ക് വന്നിരിക്കാനും, കണ്ടോ ഇതേപോലെ വന്നിരിക്കാം, അതിനൊക്കെ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വെള്ളം കുടിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു താഴെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തീറ്റയെല്ലാം മേളിൽ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം തീറ്റ നമ്മൾ മാറ്റുന്ന സമയത്ത് ബാലൻസ് വരുന്ന തീറ്റ താഴെ ഇട്ട് കൊടുക്കും. താഴെ ഇട്ട് കൊടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ തേനയും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വളരെ ഓടുന്നത്. അപ്പോൾ അത് തന്നെ അവരെന്ത് ചെയ്യും, കഴിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വേറെ തീറ്റ നോർമൽ കോക്കട്ടയിലിൻ്റെ അതുപോലെ തന്നെ ഫിഞ്ചസിൻ്റെയും ലവ് ബേർഡ്സിൻ്റെയും ഒക്കെ തീറ്റ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് അല്ല, തന്നെയും അതുപോലെ തന്നെ കോക്കട്ടയിലിൻ്റെ തീറ്റ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിന് എടുത്ത് കഴിക്കുന്ന ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളനി ആയിട്ട് വളർത്തിയാണ്. കാരണം ആദ്യം ഇവർ തമ്മിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എങ്കിലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പേടിയാണെന്ന് മാത്രം. അങ്ങനെ മുന്നോട്ട് വന്നു. ഇവിടെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊക്കട്ടയിൽ മുട്ടയിടുന്നുണ്ട്, അടയിരിക്കുന്നുണ്ട്, കുട്ടികൾ വിരിയുന്നുണ്ട്, പക്ഷേ അത് കുട്ടികൾ ചത്തുപോകണം. പിന്നെ ഈ കോക്കട്ടയിലിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ കഞ്ഞിക്കൂർക്കല ഇല്ലേ, അതിൻ്റെ കഞ്ഞിക്കൂർക്കല, നമ്മുടെ നാട്ടിൽ കഞ്ഞിക്കൂർക്കല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ തുളസിയുടെ ഒരു തണ്ടിൻ്റെ താഴെ ഇതുണ്ട്. നമ്മൾ താഴെ നോക്കുമ്പോൾ താഴെ കണ്ട പാടമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു പാടമുണ്ട് അവിടെ, അതിനപ്പുറത്തൊരു തോട് കണ്ടോ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. അപ്പോൾ ഇത് ഇന്നലെ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് മഴയൊക്കെ കുറഞ്ഞപ്പോൾ കുറച്ച് കുറഞ്ഞു. പിന്നെ അതുപോലെ നമുക്കൊന്ന് കുറച്ച് തുളസിയുടെ ഇതും പറിച്ചേക്കാം. തുളസി ഇവിടെ ഉണ്ട്, തുളസിയും കൂടെ പറിച്ചിട്ട് നമുക്ക് കൊടുത്തേക്കാം. തുളസി എന്തെന്ന് ഒരു എന്താ പറയുക, കുറച്ച് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അവർക്ക്. ഇത് എപ്പോഴും അവർക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് എന്താ പറയുക കയറി വരും ഇത് തിന്നാൻ വേണ്ടിയിട്ട്. പണ്ട് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല, കോക്കട്ടയിലൊന്നും തന്നെ
ഇണങ്ങിയതല്ല. നോർമൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഇണങ്ങിയതൊന്നുമല്ല. അപ്പോൾ ഈ കണ്ടേ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ കൂടിൻ്റെ ഒരു ഹൈറ്റും വിഡ്ത്തും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. കാരണം ഏകദേശം നമ്മൾ പറഞ്ഞാൽ 6x6 ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു തീറ്റയൊന്ന് ഇവർക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ ഒരു ലീഫൊക്കെ ഒരു മിനിറ്റ് 1.5 മിനിറ്റിലൊക്കെ തിന്ന് തീർക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന്നൊരു നീര് കിട്ടുന്നുണ്ടല്ലോ അവർക്ക്, ഈ ഒരു കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയിൽ നിന്ന്, അതിൽ നിന്ന്. പിന്നെ അതേപോലെ തന്നെ ഈ ലവ് ബേർഡ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ തുളസിയുടെ കതിരും അതുപോലെ തന്നെ തുളസിയുടെ ഇലയും. അപ്പോൾ നമ്മൾ കൊക്കറ്റെയിലിന് ഇതും കൊടുത്തു. നമുക്ക് കുറച്ച് എന്താ പറയുക, തുളസിയുടെ ഇത് നമുക്ക് ഇവിടെ വയ്ക്കുകയും ചെയ്യാം. കാരണം ലവ് ബേർഡ്സ് എന്തായാലും നമുക്കറിയാം അത്ര മനുഷ്യരായിട്ട് അത്ര ഇണങ്ങിയിട്ട് നിൽക്കുന്ന ഒരു ഇതല്ല. അപ്പോൾ നമുക്ക് കൊക്കറ്റെയിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ നമുക്കത് എന്താ പറയുക, അതിനെ ഇണക്കിയെടുത്ത് കൊണ്ടുപോകാം. പക്ഷേ ലവ് ബേർഡ്സിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരുടെ അങ്ങനെ ഇണങ്ങിയതായിട്ട് കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തീറ്റ ഇവിടെ വെച്ച് കൊടുക്കാം നമുക്ക്. അതായത് നമ്മുടെ കഞ്ഞിക്കൂർക്കകളുടെ ഇല ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, തുളസിയുടെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ച് കൊടുക്കുക. ഇവിടെ വന്നിട്ട് കഴിച്ചോളൂ അവർ. പിഞ്ചസും അതേപോലെ തന്നെ കേട്ടോ. തുളസിയുടെ ഇല കഴിക്കാൻ ഭയങ്കര മിടുക്കന്മാരാണുണ്ടോ. കാരണം അവർ പിഞ്ചസിനെ എല്ലാവർക്കും പേര് ഇത് ഫും തന്നെ അതിൻ്റെ കൂടെ അങ്ങോട്ടും കൂടെ പാറി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം ഈ ഒരു എന്താ പറയുക, ഇതിനകത്ത് അവർക്ക് ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ കൂട്ടിൽ അടഞ്ഞു കൂടി കിടക്കുന്നതിന് പകരം അവർക്ക് അറ്റ്ലീസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കാനുള്ള ഒരു കേജ് ഉണ്ടാക്കുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അത് എന്തായാലും പറ്റി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു കൂട്ടിലിട്ട് വളർത്തുക എന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. സോ ഓൾമോസ്റ്റ് നമ്മൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കൂട്. അത് വേറെ കാര്യം കൂടെ പറയാൻ പറഞ്ഞത്, ഇത് നമ്മൾ താഴെ നിലത്ത് തന്നെ വെച്ചിട്ടോ, വേറെ ഒന്നുമില്ല. നിലത്ത് വെച്ചിട്ട് അതിൽ മെറ്റലിട്ടേക്കുവാണ്. നമ്മുടെ വീട്ടിലുള്ള മെറ്റൽ എടുത്തിട്ട് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേജും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ.